ധൈര്യമായിട്ട് തിന്നോളി ഗൈസ്. അപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക ട്രെയിനിൽ. പ്ലേറ്റ് വേണോ? ആർക്കാ പ്ലേറ്റ് വേണ്ടത്? പൊതിച്ചോറാണ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാവും പ്രസവത്തിന് കൂട്ടിക്കൊണ്ടാൻ പോയി ട്രെയിനിലും. ഇതിപ്പോ എന്റെ പ്രസവം മിക്കവാറും മറ്റു പറഞ്ഞിട്ട് സാധാരണ മോരേര് ദോയർക്കൊക്കെ ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ എന്ത് ചെയ്യാ, നേരെ ഫുഡ് കൊടുക്കുന്നത് ട്രെയിനിൽ. നമ്മളെ സിറ്റുവേഷൻ അങ്ങനെയാണ് കേട്ടോ. ഒക്കെ ഓരോ പാഠങ്ങളാണ്. സനുവിനൊക്കെ ഓർക്കാനൊരു ദിവസമാണ് ട്രെയിനിൽ നിന്ന് ചക്കര താത്താനെ കൊണ്ടുവരാൻ പോകുമ്പോ ഇവിടുന്ന് കഴിച്ച് ട്രെയിനിൽ നിന്ന്. ഓ കൂട്ടുകാരൊക്കെ നോക്കാം. പിന്നെ ഓല് നമ്മളെ കൊടുത്ത കപ്പിൾസ് ആണ് കഴിച്ചത്. ഞാൻ ഓനക്ക് തനിയെ പ്രൈവസി കൊടുത്തു. 2 സീറ്റ് എപ്പോഴും തനിയെ. തിന്നില്ലാന്നുണ്ടെങ്കിൽ 5ഓളം നേരണ്ട് എപ്പോ വേണമെങ്കിലും തിന്നേ. അപ്പൊ എന്ത് ബിരിയാണിയാണ്? ബീഫോ? എത്ര പൊതി കൊറേ ഉണ്ട് കേട്ടോ. കൊറേ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നന്ദമാര് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടല്ലേ ആദ്യമായിട്ടാവും. ബാത്റൂമാ? തീറ്റ കേട്ട് വേണം എനിക്കൊരു പൊതി എടുക്കാനായിന്ന്. മക്കൾക്ക് ഇനി വേണമെന്നാവോ? മറ്റേ അമ്മായി വരുന്നത് അവര് കപ്പിൾസ് എന്ന് പറഞ്ഞില്ല, അതാ വരുന്നത്. ഇടക്ക് ഞങ്ങളെയും തിരിഞ്ഞോക്കൊണ്ട് വരോളോട്. നമ്മളെ കഴിക്കണില്ല ബാത്റൂമിലോ? അല്ലേ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രസവത്തിന് വീട്ടിൽ ഇങ്ങനെയെന്ന് പറയണേ. സത്യല്ലേ, ഞാൻ 10-52 വയസ്സോളം കഴിഞ്ഞു. വെള്ളം നോക്കി ഇതിൽ കുളിക്കണൊക്കെ ഉണ്ട്. ഇനി അടങ്ങിയോണ്ട് വരി ചോറുണ്ട്. 2 പൊതി കൂടി ഉണ്ട്. അപ്പൊ ഇന്ന് കുറച്ച് ട്രെയിനില് ഫുഡ് കഴിക്കലാണ്. ആണോ? കഴിച്ചോ ഒരു പ്ലേറ്റ് കൂടി ഇട്ട് കേട്ടോ. ഇനി ട്രെയിന് കുറച്ച് സ്പീഡ് ഉണ്ടോ? ആ, നമ്മളെ മറ്റേ ട്രെയിന് വല്ല പാമ്പ് കഴിയണ മാതിരി അങ്ങിന്ന്. പിന്നെ എല്ല് ചങ്ക കൊടുക്കണ ഒരു പാകം ഉള്ള കാര്യം ഞാൻ പറയാം. ഇവിടെ TTR മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു വഴി ഉണ്ടാവൂല. ഇത് കാണണ്ട, അതാണ് കടല്. അതിന്റെ അവിടെ അറ്റത്ത് റിസോർട്ടൊക്കെ ആണോ? നടുവില് ഒരു അമ്പലം പോകുന്നുണ്ട്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ട്രെയിനിൽ ഇങ്ങനെ ചോറുന്ന സ്ഥലം കാണാൻ. AC ആവുകൊണ്ട് അതെ. ഇത് വരുമ്പോ ചെയർക്കാരാണ്, പ്രൈവസി ഇല്ല. ഇതാകുമ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇത് കിടക്കാൻ പറ്റും. ഇതൊരാൾക്ക് കിടക്കാനുള്ള, മറ്റേത് ഇരിക്കുക തന്നെ ഫ്ലൈറ്റിലിരിക്കണ മാതിരി.
ഗൈസ് നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട്. എറണാകുളം എത്തിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു യാത്ര വലിയ കുഴപ്പമില്ല കേട്ടോ. നല്ല കടക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ആയിട്ട് സെറ്റാണ്. കൊച്ചിൻ എയർപോർട്ടാണ്. കൊച്ചിൻ എയർപോർട്ട് എങ്ങനെയുണ്ട് യാത്ര? അടിപൊളിയായോ? നിനക്ക് വരുന്ന ട്രെയിനാണോ പോണ ട്രെയിനാണോ ഇഷ്ടമായത്? അന്റെ യാത്ര എങ്ങനെയുണ്ട്? നീരോ? ഉമ്മാന്റെ പിന്നെ യാത്ര ചോദിക്കേണ്ട ആവശ്യമില്ല. കൊറേ ഇവിടെ കിടക്കുന്നുണ്ട്, കൊറേ ആ സ്ഥലത്ത് പോയി കിടക്കുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം ഉറങ്ങി, 2 മണിക്കൂർ. ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. ഒരാളില്ലല്ലോ. അല്ലേ? ഈ മഞ്ഞ ഉടുപ്പിട്ട ആളാണ്. ഈ മഞ്ഞ ഉടുപ്പിട്ട ആളാണ്. LKG-യിലാണെന്ന് എന്താ ഉറപ്പെന്ന് വെച്ച്. ടീച്ചറിനെ കൊണ്ടാണ് പോണ LKG-ക്ക്. അപ്പൊ എന്തായാലും 2 ദിവസം നമ്മള് പെരയിലിരുന്ന മാതിരി ട്രെയിനിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ മൊത്തം. എന്തായാലും ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് 8 അവിടെ എത്തും. നമ്മളവിടെ ഇറങ്ങൂട്ടോ. അപ്പം എന്തായാലും നമ്മളിതാ യാത്ര നമ്മുടെ നാട്ടിലോട്ട് അടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം എന്തായാലും ട്രെയിനിലെ കുറച്ച് വിശേഷങ്ങൾ എന്തായാലും ഇത്ര ഉള്ളതായി. ബാക്കിയൊക്കെ നാളെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ.